കൃത്യമായിട്ട് ഇൻ്റഗ്രൽസിൻ്റെ ക്ലാസ്സുകളൊക്കെ കയറിയിട്ടുണ്ട്, ടോപ്പിക്സൊക്കെ അറിയാം, ഏകദേശം എനിക്ക് കൺസെപ്റ്റ് എല്ലാം അറിയാം എന്നുള്ളവർക്ക് ഇന്നെടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇൻ്റഗ്രൽസിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് നമുക്ക് എന്തായാലും ആവശ്യമാണ്. കാരണം അത്രയും വലിയ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വെയിറ്റേജ് എന്ന് പറയുന്നില്ല, ഒരു 6 മാർക്കോ 8 മാർക്കോ ഒക്കെയാണ് ഈ പാഠത്തിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് മാക്സിമം. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ആ ഒരു ലെവൽ തന്നെയാണ് മാർക്ക് വരാറുള്ളത്. അപ്പോൾ ഈ പാഠം കംപ്ലീറ്റ് ആയിട്ട് കണ്ടവരെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് കൂടി ശ്രദ്ധിക്കുക, അതിൽ പറയുന്ന ചോദ്യങ്ങൾ കൂടി ഒപ്പം പഠിക്കണം കേട്ടോ. ഇതിനെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഈ പാഠത്തിൽ ലാസ്റ്റ് ടോപ്പിക് ഉണ്ട്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ഉള്ള ടോപ്പിക്ക് ഞാൻ എടുത്തിട്ടില്ല. അതിൽ നിന്നൊരു കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. ആ ചോദ്യങ്ങളായിരിക്കും ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആ ടോപ്പിക്ക് അങ്ങോട്ട് കവർ ആവും കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷനും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സും ആണ് കൂടുതലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യാണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ലാസ്റ്റ് ടോപ്പിക്കാണ്. അതിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഇതിൽ നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ വരുന്നൊരു ചോദ്യം ഇങ്ങനെയാണ്, ഇൻ്റഗ്രൽ 0 to 2 x² - x dx. ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്കൊരു 2 മാർക്കിന് ഒരു ചോദ്യം വരാം. ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന സെക്ഷനാണ്. അതായത് ഇൻ്റഗ്രേഷൻ്റെ ഒപ്പം നമ്പേഴ്സ് ഉണ്ടാവും, താഴെ ഒരു നമ്പർ മുകളിൽ ഒരു നമ്പർ. അതാണ് ആക്ച്വലി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ. അത്ര ടഫുള്ള ഏരിയ ഒന്നുമല്ല, ഇൻ്റഗ്രേഷൻ കാണാം, ആ നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ നിന്ന് വരുന്ന ചോദ്യം, 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യം. ഇതേപോലെ ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇൻ്റഗ്രൽ 0 to 2 x² ഒരു പീസാക്കുക. അത് കഴിഞ്ഞ് മൈനസ് കൊടുത്ത് അടുത്ത ഇൻ്റഗ്രേഷൻ 0 to 2 എക്സ് ഡി എക്സും കൊടുക്കുക, 2 പീസാക്കി മാറ്റാം. ഇൻ്റഗ്രേഷൻ x² ഒരു പീസാക്കുക, ഇൻ്റഗ്രൽ എക്സ് വേറെ പീസാക്കുക, 0 to 2 രണ്ടാൾക്കും കൊടുക്കുക. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് ഇൻ്റഗ്രൽ x² എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിന് മുകളിൽ ഒരു നമ്പർ ഉണ്ട് 2, ആ 2ൻ്റെ കൂടെ ഒരു 1 കൂടി കൂട്ടിയിട്ട് 3/3, അതാണ് അതിൻ്റെ ആൻസർ. ബേസിക് ഇൻ്റഗ്രേഷൻ ആണ് ഇത്. x² എന്നൊക്കെ വന്നാൽ 2 ആണ് എക്സിൻ്റെ മുകളിൽ, 2ൻ്റെ കൂടെ 1 കൂടി കൂട്ടിയിട്ട് 3/3 എന്ന് കൊടുക്കുക. പിന്നെ ആ 0 to 2 കൂടി കൊടുക്കണം. ഇനി മൈനസ് ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം, ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്നാണ്. എക്സ് എന്ന് പറഞ്ഞാൽ മുകളിലൊരു 1 ഉണ്ട്, 1ൻ്റെ കൂടെ 1 കൂടി കൂട്ടിയിട്ട് 2/2. ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു, ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ് 0 to 2. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്തത് ബേസിക് ആണ്, സാധാ ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ആക്കി ഓരോന്നിനും ഇൻ്റഗ്രേഷൻ്റെ വാല്യൂസ് എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 0യും 2ഉം ഇട്ട് കൊടുക്കുക, അതാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളൂ. ആദ്യം നമുക്ക് ഇവിടെ ആദ്യം 2 വേണം കൊടുക്കാനായിട്ട്, എക്സിന് 2 കൊടുക്കുക. സോ 2³ 3. ഇനി മൈനസ് കൊടുത്തിട്ട് 0 കൊടുക്കുക, എക്സിൻ്റെ പൊസിഷനിൽ 0³ 3 കണ്ട മൈനസ്. ഇനി ഇവിടെ ഇതേപോലെ സെയിം പ്രൊസീജിയർ ചെയ്യുക, എക്സിന് ആദ്യം 2 കൊടുക്കുക കേട്ടോ, മുകളിലത്തെ എക്സിൻ്റെ പൊസിഷനിൽ മാത്രം മുകളിലത്തെ നമ്പർ കൊടുക്കുക, മൈനസ്. ഇനി എക്സിന് 0 കൊടുക്കുക, സോ 0² 2. ഇതിൻ്റെ ആൻസർ എഴുതിയാൽ കഴിഞ്ഞു. 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്, അപ്പോൾ 8/3. 0³ എന്ന് പറഞ്ഞാൽ 0/3 എന്തായാലും 0 ആയിട്ട് പോയിട്ടാ, അപ്പം അത് നോക്കണ്ട. ഇനി ഇവിടെ 2² എന്ന് പറഞ്ഞാൽ 4/2, ഇതും പോയി, ഈ 2 ആൾക്കാർ പോകും. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ 8/3 - 4/2 ആണ്. ഇതൊന്നെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, 8 × 2 16 -3 × 4 12 3 × 2 6. അപ്പോൾ ആൻസർ 4/6 എന്ന് വരും. അതൊന്ന് വെട്ടിച്ചെറുതാക്കുമ്പോൾ നമുക്ക് 2/3 എന്ന് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് വന്നെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിച്ച് വെക്കുക, എന്നിട്ട് എക്സിൻ്റെ പൊസിഷനിൽ മുകളിലത്തെ നമ്പർ ആദ്യം കൊടുക്കുക, പിന്നെ താഴത്തെ നമ്പർ കൊടുക്കുക, അവർ തമ്മിലൊരു മൈനസ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ആളിലേക്ക് കിടക്കുക, അതിൽ എക്സിൽ ആദ്യം 2 കൊടുക്കുക, പിന്നെ 0 കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഇതാണ് ആക്ച്വലി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അതിൽ നിന്ന് ഒരു ചോദ്യം എങ്ങനെയാണ് വരാൻ ചാൻസ് ഉള്ളത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ നിന്ന് 2 or 3 മാർക്കിന്. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ മറ്റൊരു ചോദ്യം ചെയ്യുന്നുണ്ട്, എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതാം.
നന്നായി നോക്കണം. ഇതേ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ എല്ലാവരും. ഇതാണ് ചോദ്യം. ഇൻ്റഗ്രൽ 0 to π/2 sin raised to 4x by sin raised to 4x plus cos raised to 4x dx. ഇങ്ങനെ ഒരു ചോദ്യം വന്നേക്കാം. ഇത് 3 മാർക്കിന് പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് കേട്ടോ. ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെയാണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ നിന്ന് ഇന്നത്തെ ലൈവിൽ പറയുന്ന ചോദ്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വേറെ കുറേ പ്രോബ്ലംസ് അതിൽ നിന്ന് പറയുന്നില്ല. കാരണം അത് ചോദിക്കാൻ വളരെ ചാൻസ് കുറവുള്ളൊരു ഏരിയ ആണ്. പിന്നെ 2-3 മാർക്കിൻ്റെ ഭാഗമാണ്. അപ്പം അതിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ് എടുക്കുന്നത്. ഇത് നിങ്ങൾ നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 2022 വന്നൊരു ചോദ്യമാണ്. 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യമാണ് കേട്ടോ. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേപോലെ കാണാറുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ തന്ന ക്വസ്റ്റ്യന് ഐ എന്നൊരു പേര് കൊടുക്കുക. ഓക്കെ, ഇതേ ചോദ്യം നന്നായി ചെയ്ത് പഠിക്കുക. ഇതിന് ഐ എന്നൊരു പേര് കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ 0 to a, നമുക്കിവിടെ ഒരു പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസുമായി ബന്ധപ്പെട്ടൊരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും 0 to a f(x) എന്ന് പറഞ്ഞു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ എക്സിൻ്റെ പൊസിഷനിൽ എയും എക്സും കൂടി കണക്ട് ചെയ്ത് f(a - x) എന്ന് കൊടുക്കണം. അതൊരു റൂളാണ്, ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ. എന്താ പറഞ്ഞത്? എവിടെയെങ്കിലും നിങ്ങൾക്ക് 0 to a, 0 to വേറെ ഏതെങ്കിലും ഒരു നമ്പർ. ഓക്കെ, എന്താ പറഞ്ഞത്? 0 to ഒരു നമ്പർ വന്നു, f(x) വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ പൊസിഷനിൽ എയും എക്സും കൂടി കുറച്ചിട്ട് എഴുതാൻ. അതൊരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. ഈ എക്സിൻ്റെ പൊസിഷനിൽ π/2 - x എന്ന് എഴുതാം. അതാണ് റൂൾ ഇവിടുത്തെ. എപ്പോഴും എന്താ ചെയ്യേണ്ടത്? 0 to ആരെങ്കിലും വന്നാൽ ആ എക്സിൻ്റെ എവിടൊക്കെ എക്സ് ഉണ്ടോ ആ എക്സിൻ്റെ പൊസിഷനിലൊക്കെ എന്ത് എഴുതണം? ഇവിടുത്തെ നമ്പർ π/2 - x എന്നാക്കി മാറ്റണം. അതാണ് ഈ പ്രോപ്പർട്ടി പറയണം. അപ്പം ഇവിടെ നമ്മൾ ചെയ്തു വരേണ്ടത് I = ഇൻ്റഗ്രൽ 0 to π/2 എന്ന് എഴുതിയിട്ട് എന്ത് മാറ്റണം? sin raised to 4x ആണ്. അതിനെങ്ങനെ എഴുതുക? sin raised to 4 എക്സിന് പകരം π/2 - x എന്ന് എഴുതാം കേട്ടോ. π/2 - x ഡിവൈഡഡ് ബൈ താഴെ എഴുതുക. എങ്ങനെ? sin raised to 4 x അല്ല, എക്സിന് പകരം π/2 - x എന്ന് എഴുതാം. ഇവിടുത്തെ നമ്പർ -x എന്ന് എഴുതാം. പ്ലസ് cos raised to 4x എന്നുണ്ട്. എക്സിന്റെ സ്ഥാനത്ത് π/2 - x എന്ന് എഴുതാം. ഇതാണ് റൂള്. ഈ റൂള് മറക്കരുത്. ഇവിടെ dx ഉണ്ട് മുകളിൽ. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I = ഈ ചെയ്ത് കിട്ടുമ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് സൈൻ്റെ ഉള്ളിൽ π/2 ആണെങ്കിൽ അത് നേരെ കോസ് ആവും. അത് +1 പഠിക്കുന്ന ഒന്നാണ്. സൈൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ π/2 സംതിങ് എന്തെങ്കിലും വരികയാണെങ്കിൽ ആ സൈൻ π/2 എന്നുള്ളത് നേരെ എന്താവും? കോസ് എന്നായിട്ട് മാറും. അപ്പം ഇവിടെ sin raised to 4 π/2 - x എന്നുള്ളത് എന്തായിട്ട് മാറും? വെറും sin raised to 4 π/2 - x എന്നുള്ളത് cos raised to 4x എന്നായിട്ട് മാറും. കോസ് ആയിട്ട് മാറും. സൈൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും π/2 - x എന്ന രീതിയിൽ വരികയാണെങ്കിൽ ഇതാരാണ്? സൈന് പകരം കോസ് എഴുതുക. കോസ് ആണെങ്കിൽ സൈൻ എഴുതുക. അപ്പോൾ ഇവിടെ സൈൻ ആണ്. അപ്പോൾ sin raised to 4 പകരം cos raised to 4x. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ sin raised to 4 π/2 ആണ്. അപ്പോൾ അവിടെ എന്ത് എഴുതിയാൽ മതി? cos raised to 4x. ഇവിടെ cos raised to 4 ആണ്, π/2 ആണ്. അവിടെ എന്ത് എഴുതുക? കോസിന് പകരം sin raised to 4x. നേരെ ഓപ്പോസിറ്റ് എഴുതുക. സൈൻ ഉള്ളിടത്തൊക്കെ കോസ് ആക്കുക, കോസ് ഉള്ളിടത്തൊക്കെ സൈൻ ആക്കുക. ഇത് നമുക്കിതാ മറ്റൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ഇതും നമുക്കൊരു ഇത് നമുക്ക് നമ്മുടെ ചോദ്യം I. ഇവിടെ നമുക്കിതാ വേറൊരു I കിട്ടി. ഈ രണ്ടാളെയും കൂടി നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇതിന് 2 എന്ന് പറഞ്ഞ് കൊടുക്കാം. രണ്ടാളെയും കൂടി അങ്ങോട്ട് കൂട്ടാം. ഇതൊരു I ആണ്. ചെയ്തു വന്നപ്പോൾ വേറൊരു I കിട്ടി. 2 Iയും കൂടി കൂട്ടുമ്പോൾ 2I = ആദ്യത്തെ I എന്താ നമ്മുടെ ചോദ്യം? ഇൻ്റഗ്രൽ 0 to π/2 sin raised to 4x by sin raised to 4x plus cos raised to 4x dx എന്നാണ്. അതിൻ്റെ കൂടെ ആരെ കൂട്ടി? ഇപ്പം കിട്ടിയ ആൾ ആരാ? ഇൻ്റഗ്രൽ 0 to π/2
cos raised to 4x divided by cos raised to 4x plus sin raised to 4x dx. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? 2i is equal to 0 to pi by 2 എഴുതിക്കോ. നേരെ നേരെ നമുക്ക് കൂട്ടാം. സൈൻ റേസ് ടു 4x കോസ് റേസ് ടു 4x നേരെ കൂട്ടി എഴുതാം. സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x. താഴെ സെയിം ആണ് അല്ലെ? സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x. അതന്നെ തിരിച്ചിട്ടേക്കാണ് കോസ് റേസ്, രണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ 1 + 2 എന്ന് പറയുന്നതും 2 + 1 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? അപ്പോൾ താഴെ സെയിം ആയതുകൊണ്ട് അത് ഒരെണ്ണം എഴുതിയാൽ മതി. സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x dx. ഇവിടെ എന്തായി മാറും? ഇവിടെ രണ്ട് ഒരേപോലത്തെ ആൾക്കാരെ വെട്ടിക്കളഞ്ഞാൽ 2i is equal to integral 0 to pi by 2 വെറും dx എന്നായിട്ട് മാറും. ഇത് വെട്ടിപ്പോയി. രണ്ടാൾക്കാർ ഒരേപോലത്തെ രണ്ടാൾക്കാർ വന്നപ്പോൾ, മുകളിലും താഴെ ഒരേപോലത്തെ ആൾക്കാർ വന്നപ്പോൾ അത് വെട്ടിപ്പോയി, വെറും dx. ഇതിന്റെ ആൻസർ എന്താ? ഇന്റഗ്രൽ dx. ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ അത് ആരാ? x ആണ്. എവിടെയെങ്കിലും ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ അത് x ആണ്. 0 to pi by 2 കൊടുക്കുക. അപ്പോൾ 2i is equal to നമുക്ക് എന്ത് ആൻസർ കിട്ടും? 2i ആണ് കേട്ടത്. എക്സിന്റെ സ്ഥാനത്ത് pi by 2 കൊടുക്കാം. pi by 2 മൈനസ് എക്സിന്റെ സ്ഥാനത്ത് 0. അപ്പൊ ആൻസർ pi by 2. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 2i is equal to pi by 2 എന്ന് കിട്ടി. അപ്പൊ i ആരാ? ആ 2ഉം കൂടി താഴത്തേക്ക് പോകുമ്പോൾ pi by 4. നമുക്ക് ആൻസർ കിട്ടി. pi by 4 ആണ് ഫൈനൽ ആൻസർ. ഇതേ ചോദ്യങ്ങൾ നന്നായി 2-3 തവണ എഴുതി പഠിക്കുക. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിന് ഒരു ചോദ്യമാണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിന് ഈ ചോദ്യമാണ് പല തവണകളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരെണ്ണം കേട്ടോ. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്? ഇൻ്റഗ്രൽ 0 to pi by 2 സൈൻ റേസ് ടു 4x. ഇതാണ് ചോദ്യം. ഈ ബ്ലൂ കളറിൽ എഴുതിയിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ വന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ആ ചോദ്യത്തിന് i എന്നൊരു പേര് കൊടുക്കുക. ഓക്കെ, 1 എന്നും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം? എക്സിന്റെ സ്ഥാനത്തൊക്കെ pi by 2 മൈനസ് എക്സ്, ഇവിടെയും pi by 2 മൈനസ് എക്സ്, ഇവിടെയും pi by 2 മൈനസ് എക്സ് എന്ന് എഴുതുക. ഇവിടെ pi by 2 ആയതുകൊണ്ടാണ് pi by 2 മൈനസ് എക്സ്, pi by 2 മൈനസ് എക്സ് ആക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക? സൈനുകളെല്ലാം കോസ് ആവും, കോസ് എല്ലാം സൈൻ ആവും. ഇത് 2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാതെ ഇവിടെ ഒരു i സൈൻ റേസ് ടു 4 വെച്ച് തുടങ്ങണത്, ഇവിടെ കോസ് റേസ് ടു 4 വെച്ച് തുടങ്ങണത്. ഇത് 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഇതും കൂടി ആഡ് ആയിട്ട് മുകളിൽ എഴുതുക. താഴെ സെയിം ആണ്, അപ്പോൾ ഒരെണ്ണം എഴുതിയാൽ മതി. ഇത് രണ്ടും വെട്ടിക്കളഞ്ഞാൽ വെറും dx. ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ x ആണ്. എക്സിന് pi by 2 കൊടുക്കുക, 0 കൊടുക്കുക. കണ്ടോ? pi by 2 ആദ്യം മൈനസ് 5. അപ്പോൾ ആൻസർ pi by 2 എന്ന് വന്നു. ഈ 2 താഴത്തേക്ക് പോകുമ്പോൾ pi by 4. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ക്ലിയർ ആണോ ഈ ചോദ്യം? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. ഞാൻ ഈ പറഞ്ഞ ചോദ്യം എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഈ ചോദ്യം ഇതേപോലെ നന്നായി ചെയ്ത് പഠിക്കുക. സംഭവം എളുപ്പമാണ്. ആ ഒരു പ്രോപ്പർട്ടി മറക്കണ്ട. എക്സിന് pi by 2 മൈനസ് എക്സ് കൊടുക്കണതും സൈന് കോസായി, കോസ് സൈനായി, രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് രണ്ടും വെട്ടിപ്പോയി, വെറും dx എന്നായി. ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സിന് 2 വാല്യൂ കൊടുക്കുക, ഐയുടെ വാല്യൂ കണ്ടുപിടിക്കുക. നന്നായി ചെയ്ത് പഠിക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് വരുന്ന മറ്റൊരു ടൈപ്പ് ചോദ്യം നോക്കാം കേട്ടോ. ഇതാണ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യം. ഇതാണ് ഇൻ്റഗ്രൽ -1 to 1. ശ്രദ്ധിക്കണേ. ഇൻ്റഗ്രൽ -1 to 1 5x raised to 4 into integral x raised to 5 plus 1 dx. ഇതാണ് ഒരു ചോദ്യം. ഓക്കെ, ഇങ്ങനൊരു ചോദ്യം വന്നു. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. റൂട്ടിൻ്റെ കൂടെ വേറൊരാളുണ്ട്. അപ്പം നമ്മളിവിടെ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യാൻ പോണേ. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ റൂട്ടിലുള്ള ആളെ ടി ഇട്ട് കൊടുക്കുക. റൂട്ടിലുള്ള ആളാരാണ്? എക്സ് റേസ് ടു 5 plus 1. അതിനെ ടി ഇട്ട് കൊടുക്കുക. മറക്കരുത്, ആ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ആളെ ടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതാം. എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് ആണ്, മറക്കരുത്. ഇതിന് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ എടുത്തതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരുന്നത്?
എക്സ് റേസ് ടു 5ന്റെ ഡെറിവേറ്റീവ് എന്താ? 5 എഴുതും, എക്സ് എഴുതും, ഒന്ന് കുറച്ചിട്ട് എഴുതും. 5x raised to 4 dx equal to dt. ഇനി നമ്മൾ നമ്മുടെ ചോദ്യത്തിലേക്ക് കടന്നാൽ ഇന്റഗ്രൽ -1 to 1 എഴുതാം. ഇവിടെ എക്സ് റേസ് ടു 5 + 1 അവിടെ ടി ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് റൂട്ട് ടി എന്നായി മാറി. ഇനി ഇതാരാ? 5x raised to 4 dx ആരത് അവിടെ എടുക്കേണ്ട? ഡി ടി. അതിനെ ഡി ടി എന്നും ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇതേപോലെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതേപോലെ നമുക്ക് -1ഉം 1ഉം ഇവിടെ ഇട്ട് കൊടുക്കണം. ആദ്യം എക്സിന് എന്തിട്ട് കൊടുക്കുക? എക്സിന് -1 കൊടുക്കുക ഇവിടെ. അപ്പൊ ടി എന്താന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, -1ഉം കൊടുക്കണം, 1ഉം കൊടുത്തിട്ട് ടി എന്ത് കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. കാരണം ഇതെല്ലാം ടിയുടെ രൂപത്തിലായി, അതുകൊണ്ട് ഇതും ടിയുടെ രൂപത്തിലേക്ക് എത്തണം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? എക്സിന് -1 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താവും? -1 raised to 5 + 1. -1 raised to 5 എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 + 1 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ടിയുടെ വാല്യൂ 0. എക്സ് -1 ആയപ്പോ ടിയുടെ വാല്യൂ എന്താ? -1ന്റെ പൊസിഷനിൽ എന്ത് എഴുതണം? ടിക്ക് 0. ഇതേപോലെ എക്സിന് 1 ഇട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുക്കുക. ഇനി എക്സിന് 1 ഇവിടെ കേട്ടാ. എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 raised to 5 + 1 എന്ന് പറഞ്ഞാൽ 1 + 1 2. ടിയുടെ വാല്യൂ 2. സോ 0 to 2 എന്നായിട്ട് ഇനി മാറും. 0 to 2 റൂട്ട് ടി ഡി ടി. ഇതിന്റെ ഇന്റഗ്രേഷൻ നമുക്കിനി കാണാം. ഇന്റഗ്രൽ റൂട്ട് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടിക്ക് ഇങ്ങനെ എഴുതാം. 0 to 2 റൂട്ട് ടിക്ക് പകരം ടി റേസ് ടു 1/2 എന്ന് എഴുതാം. 1/2 ആണ് എന്താ ചെയ്യുക? 1/2ന്റെ കൂടെ ഒരു 1ഉം കൂടി കൂട്ടിയിട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ 1 + 2/2 എന്ന് പറഞ്ഞാൽ 3/2/3/2. ടി റേസ് ടു 3/2/3/2 എന്ന് വരും. 0 to 2 കൊടുക്കും. ഈ 3/2 നമുക്ക് മുകളിലേക്ക് കയറിയാൽ 2/3 എന്നായിട്ട് മാറും കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ വരും. 0 to 2. ഇവിടെ ടിക്ക് ഞാനിട്ട് കൊടുക്കണം? 2 ഇട്ട് കൊടുക്കണം. ടിയുടെ പൊസിഷനിൽ 2 ഇട്ട് കൊടുക്കുക. അപ്പം എന്താവും? 2/3 ഇൻറ്റു ടിയുടെ അവിടെ 2 കൊടുത്താൽ 2 raised to 3/2. ടിയുടെ അവിടെ 0 കൊടുത്താൽ 0 raised to 3/2. ടി റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ അത് 2 root 2 എന്നാണ് ആൻസർ വരിക കേട്ടോ. സോ 2 root 2 ഇൻറ്റു 2/3 എന്ന് പറഞ്ഞാൽ 4 root 2/3 ആണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലാവാത്തവരുണ്ടാവാം, ഞാൻ ഒന്നുകൂടിയും പറയാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ചോദ്യം ഇൻ്റഗ്രൽ -1 to 1 5x raised to 4 ഇൻറ്റു √x raised to 5 + 1 dx എന്നാണ്. ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് ചോദ്യം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ആളെ ടി എന്നൊന്ന് ഇട്ട് കൊടുക്കുക. ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ മെത്തേഡാണ്. എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ? ഒരാൾക്ക് നമ്മൾ ടീന്ന് ഇട്ട് കൊടുക്കും, അതിൻ്റെ ഡെറിവേറ്റീവ് കാണും. അതാണ് അടുത്ത സ്റ്റെപ്പ്. നിങ്ങൾ മറന്നു പോയ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ മറന്നാ? ആദ്യം ചെയ്യേണ്ടത് ഒരാൾക്ക് ഈ ആൾക്ക് ഞാൻ ടീന്നൊരു പേരിട്ട് കൊടുത്തു. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. എക്സ് റേസ് ടു 5ന്റെ ഡെറിവേറ്റീവ് എന്താ? 5x raised to 4 ആണ്. 5 എഴുതുക, എക്സ് എഴുതുക, ഒന്ന് കുറയ്ക്കുക. ഒപ്പം ഡി എക്സ് എഴുതണം, ഡി ടി എഴുതണം. 1ന്റെ 0 ആയിട്ട് പോകട്ടെ ഡെറിവേറ്റീവ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എക്സ് റേസ് ടു 5ന്റെ ഡെറിവേറ്റീവ് എന്താ? 5x raised to 4. 1ന് 0 ആയിട്ട് പോയി, ഒപ്പം ഡി എക്സ് എഴുതുക, ഡി ടി എഴുതുക. ഇനി ചോദ്യത്തിലേക്ക് കടന്നാൽ ഇൻ്റഗ്രൽ -1 to 1 എന്നവിടെ എഴുതിക്കോ. എന്നിട്ട് റൂട്ടിൻ്റെ ഉള്ളിൽ ആരായി മാറി? ഇത് ആരാണ്? ടി. കണ്ടോ? എക്സ് റേസ് ടു 5 + 1 എന്ന് പറഞ്ഞ ആരാ? ടി. ഇനി ഇതാരാ? 5x raised to 4 dx. 5x raised to 4 dx ആരാ? ഡി ടി. അപ്പൊ റൂട്ട് ടി ഈ ആൾക്കാർ ഡി ടി എന്നായി മാറി. ഇനി ചെയ്യേണ്ടത് ഇപ്പൊ എക്സ് റേസ് ടു 5 + 1 അല്ലേ ടി? ഇതേപോലെ നമ്മൾ എക്സിന് ഈ -1ഉം 1ഉം ഇട്ട് കൊടുക്കണം. ആദ്യം എക്സിന് -1 കൊടുക്കുക. -1 കൊടുക്കുമ്പോൾ ടി എന്താ കിട്ടണമെന്ന് നോക്കുക. ആദ്യം -1, ആദ്യം താഴത്തെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഈ -1 ഇതിലിട്ട് കൊടുക്കുക. എക്സിന്റെ പൊസിഷനില് ടി എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ട് കൊടുത്തില്ലേ, അവിടെ എക്സിന്റെ പൊസിഷനിൽ -1 കൊടുത്താൽ
ആൻസർ -1 + 1 എന്ന് പറഞ്ഞാൽ 0. താഴെ 0 എന്ന് വന്നു. അതേപോലെ മുകളിലത്തെ 1 ഇട്ട് കൊടുക്കുക. അപ്പൊ -1 ഇട്ട് കൊടുത്തപ്പോ 0. ഇനി 1 ഇട്ട് കൊടുക്കുക ഇവിടെ. അപ്പൊ 1⁵ + 1 എന്ന് പറഞ്ഞാൽ 1 + 1 2 എന്ന് വരും. കണ്ടോ, ഇങ്ങനെ കിട്ടി. ഈ സ്റ്റെപ്പാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ സ്റ്റെപ്പും നോക്കുക. ടി ഇട്ട് കൊടുക്കുക, മറ്റേത് DT ആയി. പിന്നെ എന്താ ചെയ്യേണ്ടത്? ടി എന്ന് പറയുന്ന ആളിലെ എക്സിനെ ഈ -1ഉം 1ഉം ഇട്ട് കൊടുക്കുക. -1ഉം 1ഉം ഇട്ട് കൊടുക്കുമ്പോൾ 0നും 2നും കിട്ടും. ഇനി ഇതിന്റെ ഇന്റഗ്രേഷൻ കാണാം. √T എന്ന് പറഞ്ഞാൽ ആരാ? ഇന്റഗ്രൽ 0 to 2 √T എന്ന് പറഞ്ഞാൽ T⁻½ ആണ്. അതറിയോ എല്ലാവർക്കും? √T എന്ന് പറഞ്ഞാൽ അത് T⁻½ ആണ്. T⁻½ ഇന്റഗ്രൽ എങ്ങനെ കാണാം? ഹാഫിന്റെ കൂടെ ഒരു 1ഉം കൂടി കൂട്ടും അല്ലെ? അപ്പൊ 1 × 1 1, 1 × 2 2, 1 × 2 3/2. ആൻസർ T⁻³ 3/2 0 to 2 എന്ന് വന്നു ആൻസർ. ഇതിന് ഇന്റഗ്രേഷൻ എഴുതി. T⁻½ ഇന്റഗ്രേഷൻ എന്താ? ഹാഫിന്റെ കൂടെ 1ഉം കൂടി കൂട്ടിയിട്ട് 3/2 ആ 3/2 മുകളിലേക്ക് കയറുമ്പോൾ 2/3 എന്നായി. ബാക്കി T⁻³ എന്നുള്ള 0 to 2. ഇതിനെ ടിയുടെ പൊസിഷനിൽ ആരെ കൊടുക്കുക? 2നെ കൊടുക്കുക, 0 കൊടുക്കുക. ആദ്യം ടിയുടെ പൊസിഷനിൽ 2 കൊടുക്കുക, 2⁻³/2. ടിയുടെ പൊസിഷനിൽ 0 കൊടുക്കുക, 0⁻³/2. അപ്പൊ ആൻസർ 2/3 2⁻³ അങ്ങനെ ഇട്ടാലും മതി. കുറച്ച് ടഫായിട്ടുള്ള സെക്ഷൻ ആണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ പഠിക്കും. ഇങ്ങനത്തെ കുറേ പല ടൈപ്പ് പ്രോബ്ലംസ് അതിലുണ്ട്. കുറച്ച് ടഫായിട്ടുള്ള ഏരിയ തന്നെയാണ്. നന്നായി ശ്രദ്ധിക്കണം. ഞാൻ ഈ ലൈവിൽ എടുക്കുന്ന ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനോട് ഞാൻ പറഞ്ഞുതരാം. ഇതും പരീക്ഷ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ഇന്റഗ്രൽ 0 to 1 tan inverse of x by 1 + x² dx എന്നാണ് ചോദ്യം. ഇത് തീരെ താങ്ങുന്നില്ല എന്നുള്ളൊരു ഇത് വിട്ടേക്കുക. ബാക്കിയുള്ള ഏരിയാസ് പഠിക്കുക. എല്ലാം കൂടി പറ്റുന്നില്ല. ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് വളരെ ടഫായി തോന്നുന്നവരാണ്. ഇത് കുറച്ച് ടഫുള്ള ഏരിയ ആണ്. പറ്റുന്നില്ല എന്നുള്ളവർ അത് വിട്ടേക്കുക. ബാക്കിയുള്ള സെക്ഷൻസ് പഠിക്കുക. ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക, മനസ്സിലായോ? അപ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് ടൈം കൊടുത്ത് ബാക്കിയുള്ളത് കൂടി കയ്യിൽ നിന്ന് കളയരുത്. പറ്റുന്നില്ല എന്നുള്ളവർ ഈ ടോപ്പിക്ക് വിട്ടോ, ബാക്കിയുള്ളത് പഠിക്കും കേട്ടോ. ഇതാണ് ചോദ്യം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് tan ഇൻവേഴ്സ് ഓഫ് എക്സിന് ഞാനൊരു പേര് കൊടുക്കുകയാണ്, ടി എന്നൊരു പേര് കൊടുക്കുക. ഇനി tan ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/1 + x² dx ആണ്. 1/1 + x² dx ആണ് tan ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അത് കണ്ടുപിടിച്ച് വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? tan ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് ടി. ഇനി എന്ത് ചെയ്യണം? എക്സിന് 0 എന്നും കൊടുക്കണം, എക്സിന് 1 എന്നും കൊടുക്കണം. കണ്ടോ? 0, എക്സിന് ആദ്യം 0 കൊടുത്തേ. അപ്പൊ tan ഇൻവേഴ്സ് ഓഫ് 0 = ടി. tan ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയോ? 0 തന്നെയാണ്. tan ഇൻവേഴ്സ് ഓഫ് 0 0. അപ്പൊ ടിയുടെ വാല്യൂ കിട്ടി 0. എക്സിന് നമ്മൾ ഈ ടി എന്ന് പറയുന്നതിലെ എക്സിന് നമ്മൾ ആദ്യം താഴത്തെ 0 കൊടുക്കുക. അപ്പൊ ടിയുടെ വാല്യൂ 0. ഇനി എന്ത് കൊടുക്കണം? 1. tan ഇൻവേഴ്സ് ഓഫ് 1 tan ഇൻവേഴ്സ് ഓഫ് 1 = ടി. tan ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ അത് π/4 ആണ് കേട്ടോ. ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലാണ് ഇത് വരിക. tan ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ അത് tan എപ്പോഴാണ് 1 വരിക? π/4. tan എപ്പോഴാണ് 1 വരിക എന്ന് ആലോചിച്ചാൽ മതി. π/4 എന്ന് കിട്ടും. ഇനി tan ഇൻവേഴ്സ് ഓഫ് എക്സിന് എന്താ കൊടുക്കുക? ടി. ഈ ഭാഗത്ത് ടി. dx/1 + x² ആരാ? dt ആണ്. കണ്ടോ? dx/1 + x². ഇവിടെയും കെടുക്കുന്നുണ്ട് dx/1 + x². അതാരാ? dt. സോ ഇന്റഗ്രൽ ടി dt എന്ത് ചെയ്യുക? ടിയുടെ മുകളിൽ ഒരു 1 ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു 1ഉം കൂടി കൂട്ടുമ്പോൾ 2/2 0 to π/4 ഇനി കൊടുക്കുക. ടിയുടെ മുകളിൽ ഒരു 1 ഉണ്ടാവും, അതിന് 1ഉം കൂടി കൂട്ടുമ്പോൾ 2/2. ഇനി ടിക്ക് π/4 കൊടുക്കുക. ആദ്യം π/4² /2. ടിയുടെ പൊസിഷനിൽ ആദ്യം ആരെ കൊടുക്കുക? π/4.
സോ π/4 സ്ക്വയർ ബൈ 2 മൈനസ് ഇനി ടിക്ക് 0 കൊടുക്കുക 0 സ്ക്വയർ ബൈ 2. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? പൈയുടെ സ്ക്വയർ പൈ സ്ക്വയർ, 4ന്റെ സ്ക്വയർ 8/2. ഇവിടെ പിന്നെ മൊത്തം 0 ആയിട്ട് പോകും. പൈ സ്ക്വയർ ബൈ 8/2 എന്ന് നമുക്ക് ആൻസർ വരും. കണ്ട ഇങ്ങനെ വരും. ഇതിന്റെ ആൻസർ എന്താ? ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. t⁻2 എന്നാണ് വന്നത്. അപ്പോൾ ടിക്ക് π/4 കൊടുത്തു. 4ന്റെ സ്ക്വയർ 16 ആണ് കേട്ടോ. 4 സ്ക്വയർ എടുക്കുമ്പോൾ 16. സോ പൈ സ്ക്വയർ ബൈ 32 എന്ന് വരും. 16ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32. ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ നോക്കിയ എല്ലാവരും എന്തൊക്കെ ചെയ്തതെന്ന്. ആദ്യം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് ടി എന്ന് കൊടുക്കുക. അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് dx/1 + x². അത് ഇവിടെ എടുക്കുന്നുണ്ട് കണ്ടോ. അപ്പം ഇത് ടി, ഇത് ഡി ടി. ഈ എടുക്കുന്ന ആളാണ് ടി, ഇത് ഡി ടി, ടി ഡി ടി. ഇനി 0യും 1ഉം കൊടുക്കുക എക്സിൻ്റെ പൊസിഷനിൽ. ഇവിടെ എക്സിന് ആദ്യം 0 കൊടുക്കുക, അപ്പം ടിയും 0 ആയി. പിന്നെ എക്സിന് 1 കൊടുക്കുക, അപ്പം ടി π/4 ആയി. ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണുമ്പോൾ t²/2. ടിക്ക് π/4 കൊടുക്കുക, π/4ന്റെ സ്ക്വയർ ബൈ 2. പിന്നെ ടിക്ക് 0 കൊടുക്കുക. ഇവിടെ പൈയുടെ സ്ക്വയർ 4ന്റെ സ്ക്വയർ 2. പൈയുടെ സ്ക്വയർ 4ന്റെ സ്ക്വയർ 16/2. അപ്പോൾ π²/32. ഇതൊക്കെയാണ് നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യം. അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ നോക്കുക. ഇനി ആർക്കെങ്കിലും ഇത് ഭയങ്കര ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഇത് വിട്ടേക്കുക. സിമ്പിളായിട്ട് ഇത് വിട്ടേക്കുക. ബാക്കിയുള്ള സെക്ഷൻസ് നിങ്ങൾ പഠിക്കുക. ഓക്കെ. ഇപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിന് കുറച്ച് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെക്ഷൻസ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നെ. ഓക്കെ, അതൊന്ന് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. പറ്റുന്നവരെ ഈ പറഞ്ഞൊരു 3-4 ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങളെങ്കിലും നന്നായി പഠിക്കുക. ഇനി അതല്ല ഇത് പറ്റുന്നില്ല, ഭയങ്കര ടഫായിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ അത് വിട്ടേക്കുക. യെസ്, ഇനി നമുക്ക് സാധാ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 2 മാർക്ക് 3 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധാ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നോർമൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് അല്ല, സാധാ ബാക്കിയുള്ള നമ്മൾ പഠിച്ച ബാക്കിയുള്ള മെത്തേഡുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് നോക്കാം. ഇതിലെ ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഞാൻ ഇതിൻ്റെ ഒരു PDF അയച്ചു തരാം. കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അതൊന്ന് എല്ലാവരും നോക്കിയിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് പറ്റുന്നവർ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി എല്ലാം കൂടി പറ്റാത്തവർ ഞാൻ ലൈവിലെടുത്ത ചോദ്യങ്ങളെങ്കിലും പഠിച്ചാൽ മതി. ഇതാണ് ചോദ്യം. ശ്രദ്ധിക്കുക കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ചോദ്യം 2 മാർക്കിന് വന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക്. 2022 ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ബ്രാക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ, ബ്രാക്കറ്റ്, റൂട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. മറന്നു പോകരുത്, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്. ആ ബ്രാക്കറ്റിലുള്ള ആൾക്ക് നമ്മൾ ടി എന്നിട്ട് കൊടുക്കുക. എന്നിട്ട് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ടി ഇട്ട് കൊടുത്താൽ അപ്പം അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ ഡെറിവേറ്റീവ് കാണലാണ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാ? മൈനസ് സൈൻ എക്സ് ആണ് കേട്ടോ. അറിയാത്തൊരു പഠിച്ചോളൂ. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. നമുക്ക് ഈ മൈനസ് ഒന്ന് അപ്പുറത്തേക്ക് ഇടാം. അപ്പോൾ സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി ടി എന്നായിട്ട് മാറും. മൈനസ് ഇപ്പുറത്തേക്ക് കിട്ടും. 2 ആൾക്കാരെ നമുക്ക് കിട്ടി. നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ ആരുണ്ട്? സൈൻ എക്സും ഡി എക്സും ഉണ്ട്. സൈൻ എക്സ് ഡി എക്സ് ആരാ? മൈനസ് ഡി ടി ആണ്. കണ്ടോ, ചോദ്യത്തിലെ സൈൻ എക്സും ഡി എക്സും എടുക്കുന്നുണ്ട്. സൈൻ എക്സും ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? മൈനസ് ഡി ടി ആണ്. ഓക്കെ, ഇനി ബാക്കി സൈൻ ഉണ്ട്. ബ്രാക്കറ്റിൽ കോസ് എക്സ്. കോസ് എക്സ് ആരാ? ടി. അപ്പോൾ കോസ് എക്സിന് ടി എന്നിട്ട് കൊടുക്കുക. ബാക്കി 2 ആൾക്കാർ ഡി ടി ആണ്, മൈനസ് ഡി ടി ആണ്. ഈ മൈനസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. മൈനസ് പുറത്തേക്ക് എടുത്താൽ ഇൻ്റഗ്രൽ സൈൻ ടി ഡി ടി. ഇൻ്റഗ്രൽ സൈൻ ടി എന്ന് പറഞ്ഞാൽ അത് മൈനസ് കോസ് ടി ആണ്. 2 മൈനസും കൂടി പോസിറ്റീവ് കോസ് ടി പ്ലസ് സി എന്നായിട്ട് മാറും. ടിയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. ടി എന്ന് പറഞ്ഞാൽ ആരാ? കോസ് എക്സ്. സോ കോസ് ഓഫ് കോസ് എക്സ് പ്ലസ് സി ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു. എന്തൊക്കെ ചെയ്ത സ്റ്റെപ്പ് എന്ന് എല്ലാവരും നോക്കുക. ആദ്യം നമ്മുടെ ചോദ്യത്തിലെ ബ്രാക്കറ്റിൽ ഉണ്ടായിരുന്ന ആള് കോസ് എക്സ് ആണ്. അതിന് ടി എന്നിട്ട് കൊടുക്കുക. അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു. ഈ മൈനസ് ഒന്ന് അപ്പുറത്തേക്ക് ഇട്ടു.
ചോദ്യത്തിൽ ഈ 2 വട്ടം വന്നിട്ടുണ്ട്. ആ 2 ആൾക്കാർ ആരാണ്? മൈനസ് ഡി ടി ആണ്. അപ്പോൾ അവർക്ക് പകരം മൈനസ് ഡി ടി കൊടുത്തു. പിന്നെ സൈൻ ഓഫ് കോസെക്സ് ആണ്. സൈൻ ഓഫ് കോസെക്സിന് പകരം ടി. ഇനി മൈനസ് പുറത്ത് കൊടുത്തു. ഇൻ്റഗ്രൽ സൈൻ എന്ന് പറഞ്ഞാൽ ആരാ? മൈനസ് കോസ് ടി ആണ്. 2 മൈനസും കൂടി പോസിറ്റീവ് കോസ് ടി എന്നായി. ടി എന്ന് പറഞ്ഞ കോസെക്സ് ആണ്, അതിട്ട് കൊടുക്കുക. ഇത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിൽ നിന്ന് വേറെയും ചോദ്യങ്ങൾ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഓർമ്മ ഉള്ളവർക്കാണ് ഇതിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുക. ഇങ്ങനത്തെ വേറെയും കുറേ ചോദ്യങ്ങൾ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറൊരു ചോദ്യം ഇതുപോലെ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവാറുണ്ട്. 2 മാർക്കിന് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിക്കാറുണ്ട്. നമ്മുടെ 3-ഓ 4-ഓ 4ാമത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നു നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത്, ലാസ്റ്റ് സെക്ഷനൊക്കെ ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. ഇത് അതുപോലെ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. 2023 വന്ന ചോദ്യമാണിത്. ഇതാണ് ചോദ്യം. ഇങ്ങനെ വന്നു. നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ച ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല അല്ലേ. നമ്മൾ പഠിച്ചതൊക്കെ x² - a², a² - x², അങ്ങനെ കുറച്ച് ഇക്വേഷൻസ്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഈ താഴെ എടുക്കുന്ന ആളെ ഒരു ടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇവിടെ 1+ എന്നില്ല, വെറും ഇങ്ങനെയുള്ളൂ കേട്ടോ. റൂട്ട് ടാൻ എക്സ് എന്നാണ് ചോദ്യം. sec²x റൂട്ട് ടാൻ എക്സ് എന്നാണ് ചോദ്യം കേട്ടോ. ഇവിടെ നമ്മൾ ആ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്ക് ടി എന്ന് കൊടുക്കുക. എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. റൂട്ട്, ബ്രാക്കറ്റ് അങ്ങനെ വരുന്ന ആൾക്കാർക്കൊക്കെ ടി എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിൽ വന്ന ടാൻ എക്സിന് ടി എന്ന് കൊടുക്കുക. ഇനി ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? sec²x dx ആണ്. ടിയുടെ ഡി ടി എന്ന് എഴുതാം. ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം. sec²x dx ഇവിടെ കിടക്കുന്നുണ്ട്. അതിന് സ്ഥാനത്ത് ഡി ടി എന്ന് കൊടുത്തോ. ബൈ റൂട്ട് ടി, ടാൻ എക്സിന്റെ സ്ഥാനത്ത് ടി. ഡി ടി ബൈ റൂട്ട് ടി. എന്താണ് ഇൻ്റഗ്രൽ? ഡി ടി ബൈ റൂട്ട് ടി. ഇവിടെ ഒരു ഇൻ്റഗ്രേഷൻ റൂൾ ഉണ്ട്, ഇക്വേഷൻ ഉണ്ട്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇൻ്റഗ്രൽ ഡി ടി ബൈ റൂട്ട് ടി അല്ലെങ്കിൽ ഡി എക്സ് ബൈ റൂട്ട് എക്സ് എന്നൊക്കെ വരികയാണെങ്കിൽ അത് 2√x ആണ് കേട്ടോ. അപ്പോൾ 2√t എന്ന് എഴുതിയാൽ മതി. ടിയുടെ പൊസിഷനിൽ ഇട്ട് കൊടുത്തോ, ടാൻ എക്സ് എന്ന് കൊടുത്തോ കേട്ടോ. ഇതാണ് ഫൈനൽ ആൻസർ. ടിയുടെ പൊസിഷനിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ ടാൻ എക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോ. എവിടെയെങ്കിലും ഡി ടി ബൈ ടി അല്ലെങ്കിൽ ഡി ടി ബൈ റൂട്ട് ടി എന്നൊക്കെ വരികയാണെങ്കിൽ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ ചെയ്തത്? ആദ്യം ടാൻ എക്സിനെ ടി എന്ന് ഇട്ട് കൊടുക്കുക. ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ടാൻ എക്സിനെ ടി എന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഡെറിവേറ്റീവ്, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാ? sec²x dx ആണ്. ഇനി ചോദ്യത്തിൽ sec²x dx ഉണ്ട്. ആ പൊസിഷനിൽ ആരെ കൊടുക്കാം? ഡി ടി. സോ ഇവിടെ ഡി ടി ബൈ റൂട്ട്, ഇതാരാ? ടി. ഡി ടി ബൈ റൂട്ട് ടി. ഇൻ്റഗ്രൽ ഡി ടി ബൈ റൂട്ട് ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, 2√t കേട്ടോ. ടിക്ക് ടാൻ എക്സും കൂടി കൊടുത്താൽ ആൻസറായി. ഓക്കെ, ഇതാണ് ആ ഒരു ചോദ്യം. ഇനി മറ്റൊരു ചോദ്യം ഇതാണ്. നമ്മൾ ലൈവിൽ പറയാത്ത മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 2021 സേ എക്സാമിന് വന്ന ചോദ്യമാണ്. ഇൻ്റഗ്രൽ x² ബൈ x² + 1 dx. ഇതൊരു ഡിഫറെൻ്റ് ആയ ചോദ്യമാണ്. നമുക്ക് ഏത് മെത്തേഡ് ചെയ്യുന്നു, നമുക്ക് അല്ലെങ്കിൽ ഏത് വെച്ച് ചെയ്യുന്നു നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ ഇതുവരെ പഠിച്ച മെത്തേഡുകളൊന്നുമല്ല നമ്മളിവിടെ ചെയ്യുക. ഈ ചോദ്യം നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചാൽ മതി. ഇതേ ക്വസ്റ്റ്യൻ വന്നാലാണ് നിങ്ങൾ ഇത് എഴുതി വെക്കേണ്ടതുള്ളൂ. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതുകൊണ്ട് ഞാനിതൊന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇവിടെ തന്നിട്ടുള്ള ചോദ്യം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. x² ബൈ x² + 1 ആണ്. അത് പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ ഒരു മെത്തേഡും അല്ല, ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇത് ഈ ചോദ്യം അത് നമ്മൾ ചെയ്യേണ്ടത് x² എഴുതിക്കോ, x² + 1 എഴുതിക്കോ. ആ ചോദ്യം അതുപോലെ തന്നെ എഴുതിക്കോ. എന്നിട്ട് ചെയ്യേണ്ടത് മുകളിൽ ഒരു 1 കൂട്ടുക, ഒരു 1 കുറയ്ക്കുക. അത് ഈ ചോദ്യത്തിൽ മാത്രമേ ചെയ്യണ്ടൂ. ഇത് ചെയ്തെങ്കിൽ തന്നെ ഇതിൻ്റെ ആൻസർ വരുള്ളൂ. എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുകളിലെ ഒരു 1 കൂട്ടുക, ഒരു 1 കുറയ്ക്കുക.
എന്നിട്ട് ഇൻ്റഗ്രേഷൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം എന്താവും? ഇൻ്റഗ്രൽ x² + 1/x² + 1 ഒരു പീസാവും. ഇതൊരു പീസാവും. x² + 1 x² + 1 ഒരു പീസ്. ഇപ്പുറത്ത് -1/x² + 1 എന്നുള്ളത് അടുത്ത പീസാവും. എന്താ ചെയ്തത്? നമ്മൾ ചോദ്യം എടുത്തെഴുതി ആ റെഡ് കളറിൽ ഒരു 1 കൂട്ടുക, ഒരു 1 കുറയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇതൊരു പീസാക്കുക, ഈ 1ഉം ഇതും കൂടി ഒരു പീസാക്കുക. ഇവിടെ രണ്ടും കൂടി വെട്ടിപ്പോയിട്ട് ഇൻ്റഗ്രൽ dx എന്നാവും. ഇവിടെ ഇൻ്റഗ്രൽ 1/x² + 1, ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. ഇൻ്റഗ്രൽ 1/x² + 1 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x² + 1 1² dx എന്ന് എഴുതാം. 1ന്റെ സ്ക്വയർ തന്നെയല്ലേ 1. അപ്പം ഇൻ്റഗ്രൽ dx ആരാ? x ആയി. ഇൻ്റഗ്രൽ dx ആരാ? x ആയി. ഇത് ആരായി? ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, tan ഇൻവേഴ്സ് ഓഫ് x + c. എവിടെയെങ്കിലും ഇൻ്റഗ്രൽ 1/x² + 1² എന്നൊക്കെ വന്നാൽ അത് tan ഇൻവേഴ്സ് ഓഫ് x ആണ്. അപ്പം അതിൻ്റെ ആൻസർ ആയി. കണ്ടോ? എന്താ ചെയ്ത് നോക്കി എല്ലാവരും? ഇവിടെ ചെയ്ത സ്റ്റെപ്പ് എന്താണ്? ആദ്യം നമ്മൾ ചോദ്യം ഇതായിരുന്നു, അവിടെ ഒരു 1 കൂട്ടി ഒരു 1 കുറച്ചു, എന്നിട്ട് ഇതൊരു പീസ്, 1ന്റെ താഴെ ഇത് വേറൊരു പീസ്, ഇവിടെ വെട്ടിപ്പോയാൽ ഇൻ്റഗ്രൽ dx, ഇവിടെ 1ന് ഒരു 1² ഇട്ട് കൊടുക്കുക. 1² 1 ഒന്നല്ലേ. ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x, ഇത് tan ഇൻവേഴ്സ് ഓഫ് x ആയിട്ടോ. അപ്പോൾ ആൻസർ x - tan ഇൻവേഴ്സ് ഓഫ് x. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ പാഠത്തിൽ ഞാൻ ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് ചോദ്യങ്ങളാണ്. ഇതൊക്കെ നന്നായി ചെയ്ത് പഠിക്കുക. മനസ്സിലായി ഓക്കെ ആണെന്നുള്ളവർ, ഭയങ്കര ടഫായി തോന്നുന്നവർ ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കുക. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുന്നത് ബേസിക് ഇൻ്റഗ്രേഷൻസ് പഠിക്കാം. ഞാൻ ആദ്യത്തെ 2 ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ച ബേസിക് ഇൻ്റഗ്രേഷൻ കൃത്യമായി പഠിക്കുക. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് ഇൻ്റഗ്രൽ 1/x² ഇങ്ങനെയൊക്കെ വന്നാൽ x² വെച്ച് തുടങ്ങിയാൽ ചെയ്യേണ്ട ഒരു സെക്ഷൻ ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട്, കുറച്ച് ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട്. അത് പഠിക്കാം. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1/x² ഇപ്പുറത്തുള്ള നമ്പർ വെച്ച് തുടങ്ങുമ്പോൾ അത് ഞാനൊരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ടൈപ്പ് ചോദ്യം പഠിക്കാം. അത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ x / x + 1 x + 2 ഇങ്ങനെ 2 എണ്ണോ 3 എണ്ണമൊക്കെ ആയിട്ട് വരും. a/b/ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതും നിങ്ങൾ ശ്രദ്ധിച്ചു. ആ സെക്ഷനിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മറ്റൊന്ന് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. അതിൽ ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ആ സെക്ഷൻസ് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ മനസ്സിലായവർ നോക്കുക. ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി ഇൻ്റഗ്രേഷനിന് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉറപ്പുള്ള നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരാം. അതിലുള്ളതെങ്കിലും എന്തായാലും പഠിക്കുക. അപ്പോൾ എല്ലാ സെക്ഷൻസും തലയിലിരിക്കാത്തവർ ഞാനൊരു വീഡിയോ കൂടി ഇടുന്നുണ്ട്, ഉറപ്പുള്ള ചോദ്യം മാത്രം. ആ ഒരു വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.